കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ദിസ് ഇൻഫാക്ട് എ ന്യൂ മന്ത്, പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മെയ് മാസം 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ എനിക്ക് ഗോഡ് ഹാസ് ഗിവൺ എ വേർഡ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ മാസത്തേക്കുള്ള ഒരു വചനം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ us. കാരണം ടുഡേ ഇറ്റ്സ് എ ഡയസിസ് മീറ്റിംഗ് ഹാപ്പനിങ്. രാവിലെ 7:30 മണിക്ക് ഹെവൻലി വിസ് വേർഷിപ്പ് സെന്റർ കോഴഞ്ചേരിയിൽ ഡയസിസ് മീറ്റിംഗ് 7:30 ഇപ്പം തുടങ്ങി. ഇപ്പം അവിടെ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. സോ ഡയസിസ് മീറ്റിങ്ങിനോട് ചേർന്ന് ഹീലിംഗ് സ്കൂളും കൂടെ നടക്കുകയാണ്. ഇന്ന് അനേക സ്ഥലത്തു നിന്ന് അനേക രോഗികളെ അനേകർ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, അവൻ അവരിലെ സകല രോഗികളെയും സൗഖ്യമാക്കി. ഐ ബിലീവ് ദറ്റ് വേർഡ്. യേശു പറഞ്ഞ ഒരു കാര്യം, ഞാൻ യോഹന്നാന്റെ സുവിശേഷം 14 യേശു പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. സോ ദർ വിൽ ബി മൈറ്റി ഹീലിംഗ്സ്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ചോദിക്കുകയാണ്. പ്രേ ഫോർ ദ മീറ്റിംഗ്, പ്രേ ഫോർ ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ഓവർ ദർ. അവിടെ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു രോഗി പോലും സൗഖ്യമില്ലാതെ ഇന്നത്തെ ദിവസം മടങ്ങരുത്. ഹൃദയഭാരത്തോടെ വരുന്നവർ, പ്രതിസന്ധിയിൽ വരുന്നവർ, ആരും ഒരു വിടുതലും സൗഖ്യവും ഇല്ലാതെ ഇന്നത്തെ ദിവസം മടങ്ങരുത്. സോ ഐ റിക്വസ്റ്റ് യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇന്നത്തെ മീറ്റിംഗിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഇന്ന് ഒരു പ്രോഫറ്റിക്കൽ വേർഡ് കർത്താവ് എന്നോട് പറഞ്ഞു. ആ വേർഡ് റിലീസ് ചെയ്ത് ഈ പ്രഭാതത്തിൽ നിങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നോക്ക്, ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞ വചനം ഇറ്റ്സ് ഫ്രം ദ ബുക്ക് ഓഫ് സാംസ്. സങ്കീർത്തന പുസ്തകം അതിന്റെ 37 അധ്യായം. സങ്കീർത്തന പുസ്തകം അതിന്റെ 37 അധ്യായം, അതിന്റെ 3, 4, 5, 6 ഒന്ന് പറഞ്ഞേ. സങ്കീർത്തനം 37, 3, 4, 5, 6 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവവചനം ഇങ്ങനെ പറയുകയാണ്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ആ കർത്താവിൽ തന്നെ ഒന്ന് ഇരിക്കുകയും ചലിക്കുകയും ഒക്കെ ജീവിതത്തിൽ ചെയ്ത് അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. മെയ് മാസം ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ എവറി നീഡ് ഓഫ് യുവർ ഹാർട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും, എവറി ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട് വിൽ ബി മെറ്റ്. എല്ലാ ഹൃദയത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും നിവർത്തിക്കപ്പെടുന്ന മാസമായിരിക്കും മെയ് മാസം. നിങ്ങളൊന്ന് വിശ്വസിച്ച് എത്ര പേർ അതിന് ആമീൻ പറയും? നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും നിങ്ങളോട് ചേർന്ന് വരുന്ന മാസമായിരിക്കും ഈ മെയ് മാസം. 2026 മെയ് മാസം ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വാക്ക്, ദിസ് ഇസ് ദ 5th month ഓഫ് ദി ഇയർ. ഈ വർഷത്തിന്റെ 5ാമത്തെ മാസമാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, പ്രൈസ് നോക്ക്, ഒരു 5 വർഷം ദൈവം ചെയ്യാനിരിക്കുന്ന മുഴുവൻ നന്മകളും കൂടെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ചേർന്ന് വരുന്ന മാസമായിരിക്കും ഈ മെയ് മാസം. ഒരു 5 വർഷം നോക്ക്, എ 5-year ബ്ലെസ്സിംഗ് വിൽ ബി കമ്പൈൽഡ് ടുഗദർ. അത് ഒന്നിച്ച് തുന്നിച്ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് നൽകുന്ന മാസമായിരിക്കും ഈ മെയ് മാസം. ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിൽ മാത്രം ആശ്രയിക്കാം. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന പോലെ മറ്റാരിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ വേറൊരു നാമമില്ല. യേശുവിന്റെ നാമം പോലെ ഒരു നാമമില്ല. ആ നാമം ആര് വിശ്വസിക്കുന്നോ, ആ ഏത് വീട് ആ നാമം റിസീവ് ചെയ്യുന്നോ, ആ നാമം ആ ഭവനത്തെ ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, അവൻ യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ തരും. നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക. എന്റെ വഴി ആരെ ഭരമേൽപ്പിക്കാനാ പറഞ്ഞേ? പ്ലീസ്, കർത്താവിനെ. ഞാൻ ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വഴി കർത്താവിനെ ഭരമേൽക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക.
അതവൻ നിർവഹിക്കുക തന്നെ ചെയ്യും. പ്ലീസ്, എന്താണോ ഹൃദയത്തിന്റെ ഡിസയർ, എന്താണോ ഹൃദയത്തിന്റെ ആഗ്രഹം, അത് നിവർത്തിച്ച് തരും. ഒരു 5 വർഷത്തെ നന്മ ഒന്നിച്ച് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന മാസമായിരിക്കും ഈ മെയ് മാസം. ഒന്ന് അത് ജസ്റ്റ് ബിലീവ് ഇറ്റ്, ഒന്ന് വിശ്വസിച്ചേ. പ്ലീസ്, ഞാൻ ഇന്ന് ഉയരങ്ങളിൽ നിന്ന് കേട്ട ഒരു ശബ്ദമാണ്, പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട ഒരു ശബ്ദമാണ്. കർത്താവ് ഒരിക്കലും നുണ പറയത്തില്ല, പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ പറഞ്ഞ് പറ്റിക്കത്തില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷത്തെ നന്മകൾ കൂട്ടിവെച്ചിരിക്കുന്നത് ഈ മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ്. അത് സന്തോഷമായിരിക്കാം, അത് സമാധാനമായിരിക്കാം, അത് സമ്പത്തായിരിക്കാം, അത് ആരോഗ്യമായിരിക്കാം, അത് നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ ജോലിയിലായിരിക്കാം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലായിരിക്കാം. പ്രൈസ്, നോക്ക്, നമ്മൾ പോലും ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ പ്രോമിസാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ. നോക്ക്, ഞാൻ എൻ്റെ മനസ്സിന്റെ അകത്ത് ചിന്തിക്കുന്നതിന്റെ അപ്പുറം, പ്രൈസ്, എൻ്റെ മനസ്സിന്റെ അകത്ത് ഞാൻ നിരൂപിക്കുന്നതിന്റെ അപ്പുറം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഈ 2026 ആ വചനത്തിന്റെ പവർ നിങ്ങൾ കാണാൻ പോവുകയാണ്. പ്രൈസ്, ഹൃദയത്തിന്റെ ആഗ്രഹം മുഴുവൻ സാധിച്ചു തരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ മാസം ആ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ വീടുകളെ നോക്കി പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ ഭൗതിക രംഗത്തെ നോക്കി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രവചിക്കുകയാണ്. ഈ മെയ് മാസം ഒരു അത്ഭുതത്തിന്റെ മാസമായിരിക്കും. ഈ മെയ് മാസം ഒരു നിറവിന്റെ മാസമായിരിക്കും. ഈ മെയ് മാസം സമാധാനത്തിന്റെ മാസമായിരിക്കും. ഈ മെയ് മാസം അത്ഭുതങ്ങൾ, മിറക്കിൾ ആഫ്റ്റർ മിറക്കിൾ, അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു മാസമായിരിക്കും ഈ മെയ് മാസം. ആർക്കു വേണ്ടിയാ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ദോസ് ഹു ബിലീവ്. നോക്ക്, ഇവിടെ ദൈവവചനം പറയുന്ന ജീവിതത്തിൽ കുറവ് വരത്തില്ല. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണോ? കർത്താവിനെ ആണോ മുഴുവൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്? അതോ സ്വന്തം ബുദ്ധിയിൽ? ദൈവവചനം പറയുകയാണ്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തം ബുദ്ധിയിലും സ്വന്തം എനിക്കിതുണ്ട്. നമുക്ക് ഈ ഉണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും നാം വേഗത്തിൽ ഉപയോഗത്താൽ ദൈവവചനം അതിനെ 6-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിക്കും. നിങ്ങൾ പ്രകാശിക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി ദ ലൈറ്റ്. അനേകർക്ക് വെളിച്ചമായി നിങ്ങൾ പ്രകാശിച്ച്. പ്രൈസ്, നിങ്ങളോട് ചോദിക്കൂ, എങ്ങനെ ഇത് നിങ്ങൾക്ക് ലഭിച്ചു? എങ്ങനെ നിങ്ങളുടെ വീട് ഇത്ര എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ആൾക്കാർ നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് പോലെ പ്രൈസ്, നന്മ നിങ്ങളുടെ ജീവിതത്തിൽ കുടഞ്ഞിടാൻ പോവുകയാണ്. സോ ഐ എം ഗോയിങ് ടു പ്രേ. പ്രൈസ്, ഈ 2026 ഈ മെയ് മാസം പ്രൈസ്, യു ആർ ഗോയിങ് ടു സീ മൈറ്റി തിങ്സ്. യു ആർ ഗോയിങ് ടു സീ. നോക്ക്, ഒരു 5 വർഷത്തെ ഈ 5-ാം മാസം 2026 5-ാം മാസം ഒരു 5 വർഷത്തെ നന്മകൾ ഗോഡ് ഈസ് ഗോയിങ് ടു കമ്പൈൽ ഇറ്റ് ടുഗദർ. അത് ഒന്നിച്ച് വന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങുന്ന, അത് ഇറങ്ങി വരുന്ന, നിറയുന്ന ഒരു മാസമായിരിക്കും ഈ മെയ് മാസം. സോ വി ആർ ഗോയിങ് ടു പ്രേ. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഹീലിംഗ് സ്കൂളിന് വേണ്ടി രാവിലെ അവിടെ മീറ്റിംഗ് ആരംഭിച്ചു. ഞാൻ പോകാൻ റെഡി ആയിരിക്കുക. സോ ആ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുക. കടന്നു വരുന്ന മുഴുവൻ രോഗികളും സൗഖ്യമാണ്. അത്ഭുതങ്ങൾ നടക്കണം. ഭാരത്തോടെ കടന്നു വരുന്നവർ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഇന്ന് പകൽ നന്മ ചെയ്യേണ്ടതിന്, അത്ഭുതം ചെയ്യേണ്ടതിന്, ഒരു മിറാക്കിൾ ഹാൻഡ് ഇന്ന് ഇറങ്ങി വരേണ്ടതിന് കടന്നു വരുന്ന ആൾക്കാർ പറയും, ഇന്ന് ഞങ്ങൾ ചില അപൂർവ കാര്യങ്ങളെ കണ്ടു. പ്രൈസ്, അങ്ങനെ വിളിച്ചു പറയുവാൻ കർത്താവിന്റെ കാര്യം നമ്മുടെ മധ്യത്തിൽ നീട്ടേണ്ടത്. നിങ്ങൾ ദൂരെയൊക്കെ പല ഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. പ്രൈസ്, എന്നാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കാളികളാകാം. നിങ്ങൾ ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവെ, അവിടുത്തെ കരം ഇവിടെ വ്യാപരിക്കണം എന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഇതിൽ പങ്കാളിയാകുക. വി ആർ മിനിസ്റ്ററിങ് ടുഗദർ. സോ ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഐ വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഐ റിലീസ് ഇറ്റ്. ഐ റിലീസ് ദ ബ്ലെസ്സിംഗ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ കരമത് നീട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വീടുകളെ അനുഗ്രഹിക്കുന്നു, അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ ആരോഗ്യത്തിനെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ നിറവിനോളം എല്ലാ
എല്ലാറ്റിലും നിന്റെ മക്കൾ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ നിറയ്ക്കണമേ, ദൈവശക്തിയിൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഭൗതികമായ രംഗം, യേശുവിന്റെ നാമത്തിൽ എല്ലാ ശൂന്യതകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം നീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദി. താങ്ക് യു മൈ ഫാദർ. എല്ലാ മാനവും മഹത്വവും എല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God is compiling a 5-year blessing into your life in the 5th month of 2026. So receive it in Jesus' name. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ഫോർ മെനി പീപ്പിൾ ആൻഡ് പ്രേ. ഇന്ന് നടക്കുന്ന ഡയസിസ് കൺവെൻഷൻ ആൻഡ് ഹീലിംഗ് സ്കൂൾ, അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് കൈ ഉയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിന്റെ മഹത്വം ഇറങ്ങണം, വൻ കാര്യം നടക്കണം. സോ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. Until then, let us all be under the wings of the Lord. കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. God bless you. We love you in Jesus' name. God bless.